ആലുവ സ്വദേശിയായ നടിയുടെ പീഡന പരാതി വ്യാജമെന്ന് പോലീസ് റിപ്പോർട്ട്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ നേതാവ് VS ചന്ദ്രശേഖരനെതിരെ നൽകിയ പരാതിയാണ് വ്യാജം. പരാതിക്ക് കാരണം മുൻ വൈരാഗ്യമെന്നും പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ റഫർ റിപ്പോർട്ടിൽ പറയുന്നു. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും. മുജ്തബ, ഈ പീഡന പരാതി സംബന്ധിച്ച് എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്? മുസ്തഫ, കേൾക്കാമോ? ഈ സംഭവം കഴിഞ്ഞ് കുറെ വർഷം കഴിഞ്ഞാണ് ഈ പരാതി നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ പരാതിക്ക് ആസ്പദമായ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ, കൃത്യമായി തന്നെ വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പരാതിക്കാരിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലീഡ് ലഭിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പരാതിക്കാരിയുടെ ഒറ്റ മൊഴിയിലാണ് ഈ കുറ്റം തന്നെ തെളിയിക്കപ്പെടേണ്ടത്. പക്ഷേ വിശദമായി മൊഴിയെടുത്തു. ഒരു പ്രൈം വിക്ടിം എന്നുള്ള നിലയ്ക്ക് ആ കേസിൽ കൃത്യമായി തന്നെ മൊഴി രേഖപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സാക്ഷി പരാതിക്കാരി തന്നെയാണ്. വേറെ ഏതെങ്കിലും മറ്റു തരത്തിലുള്ള സാക്ഷിമൊഴികൾ കൂടുതലായി അവലംബിക്കേണ്ടതില്ല. പക്ഷെ അങ്ങനെ ഈ പരാതിക്കാരിയിൽ നിന്ന് കൃത്യമായി രേഖകൾ അല്ലെങ്കിൽ മൊഴികൾ എടുക്കുമ്പോൾ പോലും വിശ്വാസയോഗ്യമായി ഈ കുറ്റം തെളിയിക്കപ്പെടുന്നതിലേക്ക് ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു മുൻവൈരാഗ്യം എന്നുള്ള നിലയ്ക്ക് അത് ഈ ചന്ദ്രശേഖരനും അത്തരത്തിലുള്ള ഒരു മൊഴി പോലീസിന് നൽകിയിരുന്നു. മാത്രമല്ല, കേസിന്റെ വിശദമായ അന്വേഷണത്തിലാണ് സോഷ്യൽ മീഡിയ വഴിയോ മറ്റു ഏതെങ്കിലും തരത്തിലോ ഇത്തരത്തിലുള്ള ഒരു കുറ്റം തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ഈ കേസ് അവസാനിപ്പിക്കുന്നതായി ഇപ്പോൾ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ കോടതിയിൽ ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിന് അനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ ഈ കേസിന്റെ ഗതി ഉണ്ടാവുക. എന്തായാലും ചന്ദ്രശേഖരനെ സംബന്ധിച്ച് മുമ്പ് തന്നെ ആരോപിക്കപ്പെട്ടിരുന്ന ഈ കുറ്റം അത് വ്യാജമാണ്. ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരന്തരം ഇത്തരത്തിലുള്ള പരാതികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കേസ് എന്ന് അന്ന് തന്നെ ചന്ദ്രശേഖരൻ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ കേസ് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. ദിവ്യ.